നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, LDF സർക്കാർ പോയ പാതയിൽ വൻ അഴിച്ചുപണി നടത്തി UDF സർക്കാർ. LDF സർക്കാർ നിയമിച്ച, അതായത് ഉന്നത പദവികളിൽ നിയമിച്ച പലരെയും UDF സർക്കാർ താഴെത്തിറക്കുകയാണ്, അഴിച്ചുപണി നടത്തുകയാണ്, സ്ഥാനമാനങ്ങൾ മാറ്റുകയാണ്. രാഷ്ട്രീയ താൽപര്യത്തോടെ നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നീക്കാൻ നടപടി തുടങ്ങി UDF സർക്കാർ. ജില്ലകളിലെ സെഷൻസ് കോടതികളിൽ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന പ്രോസിക്യൂട്ടർമാരെയും ഗവൺമെന്റ് പ്ലീഡർമാരെയും നിയമിക്കുന്നതിന് കളക്ടർമാർ മുഖേന അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് UDF സർക്കാർ. എന്തായാലും LDF സർക്കാർ നിയമിച്ചത് അവർക്ക് അനുകൂലമായിട്ടുള്ളവരെയാണെങ്കിൽ UDF സർക്കാർ നിയമിക്കാൻ പോകുന്നതും അവർക്ക് അനുകൂലമായിട്ടുള്ളവരെയാണ് എന്നത് യഥാർത്ഥ വസ്തുതയാണ്. എന്തായാലും സർക്കാരിന് അനുകൂലമായി നിൽക്കുന്നവരെ നിയമിക്കുക എന്ന നീക്കമായിരിക്കും UDF സർക്കാർ നടത്തുക. അപ്പോൾ ഈ നിയമവ്യവസ്ഥകളിലൊക്കെ സർക്കാർ ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും സാധാരണക്കാർ ചോദിച്ചു പോകും. എന്തായാലും അപേക്ഷ നൽകിയിരിക്കുകയാണ്, കളക്ടർമാർ മുഖേനയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതായത് സർക്കാരിന് വേണ്ടി വാദിക്കുന്ന പ്രോസിക്യൂട്ടർമാരെ ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷകളിൽ നിന്ന് കളക്ടർമാർ സമർപ്പിക്കുന്ന പട്ടിക ജില്ലാ ജഡ്ജിയും ജില്ലാ പോലീസ് മേധാവിയും പരിശോധിക്കും. എന്നാൽ പ്രോസിക്യൂട്ടർമാരുടെ നിയമനത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരായിരിക്കും എടുക്കുക. നവകേരള യാത്രയ്ക്കിടയിൽ മർദ്ദന ഉണ്ടായ കേസിലും തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലും ഭരണപക്ഷത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി പബ്ലിക് പ്രോസിക്യൂട്ടർമാർ നിലപാടെടുത്തിരുന്നു. ഇത് സർക്കാരിന് തിരിച്ചടിയായിരുന്നു. തിരിച്ചടിയല്ല എന്ന് സർക്കാർ വാദിക്കുന്നുണ്ടെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായിരുന്നു ഈ രണ്ട് കേസിലും സർക്കാരിനെ ഏറ്റത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ നീക്കി മറ്റു നിയമനം നടത്താൻ, പുതിയ നിയമനം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നത്. എന്തായാലും നിയമന നടപടികളൊക്കെ വേഗത്തിലാക്കുകയാണ് UDF സർക്കാർ. സർക്കാരിനെതിരായ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും പ്രതിപക്ഷം ഇതിനോടകം തുടക്കമിട്ടിരുന്നു. ഇതോടെ പ്രോസിക്യൂട്ടർമാരുടെ നിയമനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് UDFിൽ നിന്ന് ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും പ്ലീഡർമാരെയും നിയമിച്ച സർക്കാർ PSC വഴി നിയമനം കിട്ടിയ മജിസ്ട്രേറ്റ് കോടതികളിലെ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർമാരെ സ്ഥലം മാറ്റുകയുണ്ടായി. ജില്ലാ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം മാത്രമാണ് നീണ്ടുപോകുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ രണ്ട് കേസുകളാണ് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയത്. കോടതിയിൽ നിന്നും ഒന്ന്, ED ആക്രമിച്ച കേസിൽ പ്രതികൾ ഒരാൾക്ക് ജാമ്യം കിട്ടാൻ വഴിയൊരുങ്ങിയ സാഹചര്യം. രണ്ടാമത്തേത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് ഗൺമാൻമാർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയ സാഹചര്യം. ആദ്യം നമുക്ക് ED ആക്രമിച്ച കേസിലെ സംഭവം എന്താണെന്ന് നോക്കാം. ED ആക്രമിച്ച കേസിൽ പ്രതികൾ ഒരാൾക്ക് ജാമ്യം കിട്ടാൻ വഴിയൊരുക്കിയെന്ന പരാതിയിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ T ഗീനാകുമാരിയെ സർക്കാർ പുറത്താക്കിയിരുന്നു. വലിയ രീതിയിലുള്ള വിവാദമായ സംഭവമാണിത്. ഗീനാകുമാരിക്ക് പകരം ED കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചത് A സന്തോഷ് കുമാറിനെയാണ്. അദ്ദേഹം ഇന്നലെ സർക്കാരിന് വേണ്ടി ഹാജരായി. ഗീനാകുമാരിക്ക് പകരം ജില്ലാ കോടതിയിലെ മറ്റ് കേസുകളുടെ ചുമതല കൈമാറിയിരിക്കുന്നത് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്കാണ്. LDF സർക്കാരിന്റെ കാലത്ത് CPI നോമിനിയായിട്ടാണ് ഇദ്ദേഹത്തിന് നിയമനം കിട്ടിയത്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് കോടതി മുൻപാകെ ഹാജരാക്കിയിരുന്നു. അതനുസരിച്ച് ജാമ്യ ഹർജിയിൽ വാദം പറയുകയുമാണ് താൻ ചെയ്തത് എന്നാണ് T ഗീനാകുമാരി പ്രതികരിച്ചിരിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ നിയമനത്തിനും നീതിബോധത്തിനും കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു ഇടപെടലും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും ഗീനാകുമാരി വ്യക്തമാക്കുന്നുണ്ട്. 9.5 വർഷത്തെ സേവന കാലയളവിൽ ഏറ്റെടുത്ത കേസുകളിൽ രാഷ്ട്രീയ പക്ഷപാതിത്വം താൻ കാണിച്ചിട്ടില്ല എന്നും ഫേസ്ബുക്കിലൂടെ ഗീനാകുമാരി പ്രതികരിക്കുകയുമുണ്ടായി. ED ആക്രമിച്ച കേസിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയത്. അത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വീഴ്ച സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിവാദമുണ്ടായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ പോലീസുമൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. 9ാം പ്രതി ഹരീഷ് കുമാറിനാണ് ജാമ്യം കിട്ടിയത്. ഈ ജാമ്യം നൽകാതിരിക്കാൻ 13 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് 18ാം തീയതി തന്നെ റിപ്പോർട്ട് നൽകിയതാണ്. എന്നാൽ ഈ റിപ്പോർട്ട് കൈമാറിയ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി ജാമ്യത്തെ എതിർത്തിരുന്നില്ല എന്ന ആരോപണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട എന്ന നിലപാടും പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്തുവെന്നും പോലീസ് വിമർശിച്ചു. തുടർന്ന് 24-ന് കോടതി പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരിക്കൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ടർ ബന്ധപ്പെട്ടില്ല. കേസ് ഡയറി അടക്കമുള്ള രേഖകൾ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടില്ല. ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്ന ദിവസം പോലും പോലീസിനെ അറിയിച്ചില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും ശക്തമാണ്. ഹരീഷ് മറ്റു പ്രതികളുമായി ചേർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ കാർ ആക്രമിച്ചപ്പോൾ ചില്ല് തകർന്ന ഡ്രൈവർ ശ്യാംരാജിന്റെ കണ്ണിന് ഗുരുതര പരിക്കേറ്റുവെന്ന് ജാമ്യത്തെ എതിർത്ത് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയതായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നുവെന്നും മാത്രമല്ല CRPF ഉദ്യോഗസ്ഥരെ കാറിൽ നിന്ന് പുറത്തിറക്കാൻ അനുവദിക്കാതെ തടഞ്ഞുവെന്നും പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും ഗ്ലാസ് അടിച്ചു തകർത്ത കമ്പും കണ്ടെത്തേണ്ടതുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. കൂട്ടുപ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനുണ്ട്. പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ജാമ്യം കിട്ടിയാൽ പ്രതി സമാന രീതിയിലുള്ള
അക്രമ സമരങ്ങൾക്ക് നേതൃത്വം നൽകും, സാക്ഷികളുടെ മൊഴിയെടുക്കാനും ഗൂഢാലോചന അന്വേഷിക്കാനുമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ നിൽക്കവെയാണ് 9ാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. മറ്റു പ്രതികളുമായി ചേർന്ന് ഈ പ്രതി തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ഒളിവിൽ പോകാനും ഇടയുണ്ടെന്നും അതിനാൽ ജാമ്യഹർജി നിരസിക്കണം എന്നതടക്കമുള്ള ശക്തമായ വാദം പോലീസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ട് പോലും പബ്ലിക് പ്രോസിക്യൂട്ടർ ആ വാദങ്ങളെ മുഖവിലേക്കെടുത്തില്ല. ഇതൊന്നും പരിഗണിക്കാതെ പ്രതിയെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ച് പ്രതിക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉളവാവുകയായിരുന്നു. ഇത് വലിയ തിരിച്ചടിയായി പോലീസിന് മാറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ മാറുകയുണ്ടായി. അതിനിടെ ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും തിങ്കളാഴ്ച ഹാജരാകാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസിഫ് അലി നിർദ്ദേശം നൽകിയിരുന്നു. പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്കെതിരെ പോലീസ് കമ്മീഷണർ DGPക്ക് പരാതി നൽകിയിരുന്നു. കേസിൽ നിന്ന് ഇവരെ ഒഴിവാക്കണമെന്ന ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്. ഈ കേസിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ഈ ഒരു കേസിന്റെ കൂടി വെളിച്ചത്തിലാണ് ഇത്തരത്തിൽ പ്രോസിക്യൂട്ടർമാരെയും ഗവൺമെന്റ് പ്രീഡർമാരെയും ഒക്കെ മാറ്റി പുതിയ നിയമനം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് UDF സർക്കാർ എത്തിയിരിക്കുന്നത്. ഇനി തിരിച്ചടിയായ മറ്റൊരു സംഭവമാണ്, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവകേരള യാത്രയ്ക്ക് നേരെ പ്രതിഷേധിച്ചതിന് KC യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സുരക്ഷാ സംഘം മർദ്ദിച്ച കേസിൽ അതിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയത് വലിയ തിരിച്ചടിയായി UDF സർക്കാരിന് മാറിയിരുന്നു. ഗൺമാനായിരുന്ന S അനിൽകുമാർ, സുരക്ഷാ സംഘത്തിലെ അംഗങ്ങളായിരുന്ന S സന്ദീപ്, VK ഷൈജു, R അരുൺ, VV വിപിൻ എന്നിവർക്ക് നേരത്തെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇതിനെതിരെ SIT അപ്പീൽ നൽകുകയുണ്ടായി. കേസിൽ ലഭ്യമായ തെളിവുകളും വസ്തുതകളും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ആലപ്പുഴ സെഷൻസ് കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചതെന്നായിരുന്നു അപ്പീലിൽ പറയുന്നത്. കിട്ടിയ തെളിവുകൾക്ക് വിരുദ്ധവും തെറ്റായ വിവരങ്ങൾ മുൻനിർത്തിയുള്ളതുമാണ് സെഷൻസ് കോടതിയുടെ കണ്ടെത്തലുകളെന്നും അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ 308-ാം വകുപ്പ് ചേർത്തതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് വ്യക്തമാക്കിയായിരുന്നു സെഷൻസ് കോടതിയുടെ ഉത്തരവ്. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കേസുകളിൽ അന്വേഷണവും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിൽ തുലനാവസ്ഥ പാലിക്കണമെന്നും പ്രതികൾ പരാതിക്കാരെ സ്വാധീനിക്കില്ലെന്നും കോടതി വിലയിരുത്തിയിരുന്നു. ചോദ്യം ചെയ്യുന്ന പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നതടക്കമുള്ള കർശന നിർദ്ദേശത്തോടെയാണ് ജാമ്യം അനുവദിച്ചത്. പക്ഷേ ഇത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറി. പ്രത്യേകിച്ച് ഈ സർക്കാർ അധികാരത്തിലേറിയ ശേഷം പരിഗണിച്ച പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നായിരുന്നു ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവം. ഇതിൽ SIT അന്വേഷണമൊക്കെയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ SIT അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ച് പ്രതികൾ കീഴടങ്ങിയിട്ട് പോലുമില്ല, ചിലവർ മാത്രമേ കീഴടങ്ങിയുള്ളൂ. ചില പ്രതികളെ പിടികൂടാനുണ്ടായിരുന്നു. അതിനിടയിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി വരുന്നത്. ഇത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു. അതേസമയം ഗവൺമെന്റ്മാർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയ കോടതി വിധിയെ തിരിച്ചടിയായി കാണുന്നില്ല എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. മറ്റ് നിയമവഴികൾ തേടുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. സമാനതകളില്ലാത്ത ആക്രമണമാണ് നടന്നത്. എന്താണ് കോടതി വിധിയെന്ന് പരിശോധിക്കും. DGPയുമായി ആലോചിച്ച് മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. 5 പ്രതികൾക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയായിരുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വധശ്രമം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജി ഹണിയം വർഗീസ് മുൻകൂർ ജാമ്യം നൽകിയത്. എന്തായാലും 2 പ്രധാനപ്പെട്ട കേസുകൾ, ഈ കേസുകളിലൊക്കെ UDF സർക്കാരിന് കോടതിയിലെത്തിയപ്പോൾ തിരിച്ചടി നേരിടുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർണായകമായ നീക്കം, ഒരു അഴിച്ചുപണി എന്ന തലത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നിയമപരമായിട്ട് അല്ലെങ്കിൽ കോടതിയിൽ തന്നെ ചില പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നീക്കുന്നു, മറ്റ് നിയമനങ്ങൾ നടത്തുന്നു. അത്തരത്തിലേക്കൊരു നിയമനത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.